വളരെ കറക്റ്റാണ്. എംബ്ലം വെക്കുന്നത് തെറ്റില്ല എന്നുള്ളത് നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നതാക്കി. മിസ്റ്റർ, ആ എംബ്ലത്തിനകത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടോ? നിങ്ങൾ കാണിച്ചു തന്നെ. നിങ്ങൾ ഇന്ന് ഇതങ്ങ് നമുക്ക് നോക്കിയിട്ട് പോകാമല്ലോ. ഏതായാലും ബാക്കിയുള്ളവർ പോയാലും നമുക്കൊന്ന് സംസാരിക്കാമല്ലോ. ഞാൻ പറഞ്ഞത് എംബ്ലം വെക്കണം എന്നാണ്. എംബ്ലം വെക്കുമെന്നതിൽ തെറ്റില്ല എന്നാണ്. ഞാൻ രണ്ട് കാര്യങ്ങളോട് ചോദിക്കാം. അതിനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ഹാൻഡലുകളിൽ നിന്ന് വന്നിട്ടുള്ള കമൻസുകളുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ 5 ലക്ഷം വീട് കൊടുത്തു എന്നുള്ള കണക്കാണ് നിയമസഭയിൽ കൊടുത്തത്. 5 ലക്ഷം. ഈ 5 ലക്ഷം വീടുകളിൽ ഏകദേശം 1,60,000 വീടുകൾ ലൈഫ് മിഷൻ കൊടുത്തിരിക്കുന്നത് PMAYയുടെ വീടുകളാണ്. 1,60,000. അത് അർബൻ മേഖലയിൽ കൊടുത്ത 1,28,000 അതേസമയത്ത് റൂറലിൽ കൊടുത്തിരിക്കുന്നത് 36,000 വീടുകളാണ്. ഈ വീടുകൾക്ക് മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് കൊടുത്തിരിക്കുന്ന PMI വീട് എന്ന് മാത്രമല്ല, ആ വീടുകളിൽ എന്തുണ്ട്? എംബ്ലം ഉണ്ട് എന്ന് മാത്രമല്ല, ഇത് കുടുംബശ്രീയുടെ 2004-11-2023 സർക്കുലറാണ്, ഒഫീഷ്യൽ സർക്കുലറാണ്. ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് നിർബന്ധമായും അവിടെ വീടുകളിൽ ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന്. പദ്ധതി പ്രകാരം നിർമ്മിച്ച മുഴുവൻ വീടുകളിലും ഇതേ മാതൃകയിൽ അവസാന ഗഡു നൽകുന്നതിന് മുമ്പ് നൽകുന്ന ലോഗോ, ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കേണ്ടതാണ്. 2023 ഞങ്ങളല്ലല്ലോ ഉള്ളത്. രണ്ടാമത്, ഈ പറഞ്ഞ ലോഗോ എന്ന് പറയുന്നത് ഇതാണ് ലോഗോ. ഈ ലോഗോയുടെ പുറത്ത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ ഫോട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണ ഞാൻ ചെയ്യും. ഇതുവരെ പ്രദർശിപ്പിച്ചതിൽ 1,00,000 ചില്ലാനം വീടുകൾ സർക്കാർ വെച്ചു. സർക്കാർ എന്തുകൊണ്ടാണ് ഈ PMAY കരാറിൽ നിന്ന് പുറകോട്ട് പോയത് അറിയോ? വളരെ കൃത്യമാണ്. പുറകോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സർക്കാരിന് സ്റ്റേറ്റ് വിഹിതം കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. സ്റ്റേറ്റ് വിഹിതം കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു ആദർശം കെട്ടിച്ചമച്ച് അത് പ്രധാനമന്ത്രിയുടെ ഇത് വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ കളവ് പറഞ്ഞ് ഒരു കപട ആദർശ വേഷം കെട്ടി എന്നല്ലാതെ ഇതിനകത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇല്ല. ഞങ്ങൾ ഒപ്പുവെക്കാൻ പോകുന്ന കരാറിലുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ചരിത്രത്തെ തന്നെ ഉഴുതുമറിക്കുന്ന, ഒരു നാടിൻ്റെ സംസ്കാരത്തെ തന്നെ അപകടപ്പെടുത്തുന്ന, ഭാവി തലമുറയെ ഏറ്റവും അപകടകരമായി ബാധിക്കുന്ന പ്രധാനമന്ത്രി PM ശ്രീ പോലെയുള്ള അപകടം പിടിച്ച ഒരു കരാറിൽ ഒരു ഉളുപ്പില്ലാതെ പോയിട്ട് ഒപ്പുവെച്ച് തലയും വെച്ച് കൊടുത്തു പോകുന്നവരാണ് PMAY പോലെ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട അറിയാം, ഇപ്പോൾ ഒപ്പ് വെക്കുമ്പോൾ ഇനി കിട്ടാൻ പോകുന്ന വീട് 1,20,000 വീട് പുതുതായിട്ട് പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടാനുള്ളതാണ്. ആ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടാനുള്ള വീടിന് ഒരു എംബ്ലത്തിൻ്റെ പേര് പറഞ്ഞു, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, പദ്ധതികളുടെ പേര് EMS ഭവന പദ്ധതി ആരാ ആസൂത്രണം ചെയ്തത്? ഇത് ഈ പറയുന്നതിൽ പ്രധാനമന്ത്രി EMS ഭവന പദ്ധതി, ഇതിനകത്ത് നരേന്ദ്രമോദിന്നോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രധാനമന്ത്രിയുടെ പേര് പോലും ഇല്ല. ഈ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ്. അതിനപ്പുറത്ത് വേറൊരാളുടെ ഫോട്ടോ ഇല്ല. എന്നാൽ EMS ഭവന പദ്ധതി കേരളത്തിൽ ഡിസൈൻ ചെയ്ത ഒരു ഇടതുപക്ഷമാണ് ഈ കരാറിൽ നിന്ന് പുറകോട്ട് പോയത്. ഈ കളവ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഉളുപ്പുമില്ലാതെ പറയാത്തൊരു വാക്കെടുക്കുക, എന്നിട്ട് ആ വാക്കിൻ്റെ പേരിൽ 2-3 ദിവസം ചർച്ച ചെയ്യുക, എന്നിട്ട് ആരുടേതായാലും, ഞാൻ വലിയ സംഭവമൊന്നുമല്ല, എനിക്കും എൻ്റെതായ ടൈം, അതിൻ്റെ വാല്യൂ ഒക്കെ ഉണ്ട്, എൻ്റെ സമയം മെനക്കെടുത്തി വീണ്ടും ഒരു വിശദീകരണം വാങ്ങുക, അതിൻ്റെ പേരിൽ വേറൊരു സ്റ്റോറി കുക്ക് ചെയ്യുക. ഇതെന്ത് തരം ഏർപ്പാടാണ്? ഞാൻ ഒരു മുഖ്യധാര മീഡിയകളെക്കുറിച്ചും പറയണില്ല. പക്ഷേ എന്നാൽ ചിലർ ഇപ്പോഴും കേരളം നാട്ടിൽ ഏറ്റവും വൃത്തികെട്ട മാനിപ്പുലേറ്റർ ആയിട്ടുള്ള നികേഷിൻ്റെ പ്രേതം ഇറങ്ങി പോകാത്തതിൻ്റെ കുഴപ്പമാണോ റിപ്പോർട്ടർ ടിവിക്കുന്നത് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത, ഞാൻ പറയാത്ത ഒരു വാർത്ത എന്തിനാണ് നിങ്ങൾ അതിൽ കൊടുത്തത്? ഇപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ വളരെ കറക്റ്റാണ്, എനിക്കതിൽ ആക്ഷേപമില്ല. പക്ഷേ ഈ പറയുന്നിടത്ത് നിങ്ങൾ ഈ പത്രക്കാരുണ്ടല്ലോ, എന്നെക്കാളൊക്കെ നന്നായി കാര്യങ്ങൾ മനനം ചെയ്യുന്ന വിവരമുള്ള ആളുകളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, PMAYയിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ഒരു എംബ്ലം നിങ്ങൾ കാണിച്ചു തരും? നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാൻ വളരെ ഒതൻറ്റിക്കായിട്ട് പറയുന്നത്, ഞാൻ അതിൻ്റെ മിനിസ്റ്റർ എന്നുള്ള ആൾക്കാണ് സംസാരിക്കുന്നത്. നിങ്ങളൊരു ഫോട്ടോ കാണിച്ചു തന്നെ. അങ്ങനെ അല്ല സഹോദര വാർത്ത വന്നത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് വാർത്ത വന്നത്. അതിലേ പ്രശ്നമുള്ളൂ. ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1,00,000 ചില്ലാനം ആളുകളുടെ വീടുകൾ പുതുതായിട്ട് കൊടുക്കുന്നത് ഞാൻ ഒരിക്കലും അതിൻ്റെ പേരിൽ ഈ ആവശ്യമില്ലാത്ത കപട ആദർശം പറഞ്ഞിട്ടൊന്നും അത് തടയുന്നത് സമൂഹത്തോട് ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും പദ്ധതികൾ കൊണ്ടുവരുന്നത് നമ്മളുടെ പൈസ അല്ലേ? അല്ലെങ്കിൽ തന്നെ നിലനിൽക്കുന്ന പരാതി എന്താണെന്ന് അറിയുക, ഈ സൗത്ത് സ്റ്റേറ്റുകളിൽ നിന്ന് കൊടുക്കുന്ന നികുതി വിഹിതത്തിൻ്റെ ഒരു 60-70% പൈസയാണ് നമുക്ക് 1 രൂപക്ക് കിട്ടുന്നത്. എന്നാൽ നോർത്തിലേക്ക് പോയാൽ അത് കിട്ടുന്നത് 1-1.5 രൂപയുടെ അടുത്ത് കിട്ടുന്നു. നമുക്ക് അല്ലെങ്കിൽ തന്നെ സ്റ്റേറ്റ് സെൻട്രൽ വിഹിതങ്ങൾ കുറവാണ്.
അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് ഈ ആളുകളുടെ വയറ്റത്തടിക്കാൻ പോകുന്നത്? സ്റ്റേറ്റിന് അതിൻ്റെ വിഹിതം വെക്കണം. ഇത് നിങ്ങൾ വിചാരിക്കണ മാതിരി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മുഴുവൻ പൈസ ഒന്നും സെൻട്രൽ ഗവൺമെൻറ് തരുന്നില്ല. ഞാനിന്ന് സെൻട്രൽ പ്രിപ്പയർ ചെയ്ത സ്പീച്ചിൽ പോലും ഞാൻ പറയുന്നുണ്ട് 7 ലക്ഷത്തിൽ ചില്ലാൻ ഒരു സാധാ വീടുണ്ടാക്കാൻ വേണം, നമുക്ക് 4 ലക്ഷത്തിൽ രൂപയെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇത്തരം ക്രൈസിസുകൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് കിട്ടുന്ന വീട് കളയാൻ നിങ്ങൾ അതിന് കൂട്ടു നിൽക്കരുതെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഇല്ല അല്ല, അങ്ങനെയല്ല പറയുന്നത്. ഫോട്ടോ വെക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാധന വസ്തുത ഇല്ല ഇതിനകത്ത്. ഫോട്ടോ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നല്ല നോക്കി ചെക്ക് ചെയ്തു. അതിനകത്ത് അങ്ങനെ ഒരാളുടെ ഫോട്ടോ വെച്ച് ആരുടെയും അഭിമാനം കളയേണ്ടെന്നാണ്. അങ്ങനെ കളയേണ്ട കാര്യമില്ല, സത്യമാണ്, അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. പക്ഷേ ഫോട്ടോ ഇല്ല. EMS ഭവന പദ്ധതി എങ്ങനെ പിന്നെ കൊടുക്കുന്നത്? ഇതിനകത്ത് എന്താണ് പ്രധാനമന്ത്രി എന്നാണ്, മുഖ്യമന്ത്രി എന്നാണ്, അതൊക്കെ ഡെസിഗ്നേഷൻ മാത്രമാണ്. അതിൽ ഒരാളുടെ പേര് കൂടെ കൂട്ടുക, അപ്പോൾ അതല്ലേ അപമാനം. ഞാൻ അതിനെ എതിർക്കാൻ പോകല്ല കേട്ടോ. ഞാൻ EMS ഭവന പദ്ധതി എതിർക്കല്ല. പക്ഷേ EMS ഭവന പദ്ധതി വിഭാവന ചെയ്തവർ എങ്ങനെയാണ് PMAY എതിർക്കുന്നത്? പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നൊരു പദ്ധതി എങ്ങനെ എതിർക്കുന്നത്? അതിൽ നിങ്ങൾ പ്രൂവ് ചെയ്യൂ. അതിനകത്ത് നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ട്. ഇന്ത്യയിൽ വെച്ച ഏതെങ്കിലും ഒരു PMAY അല്ല, കേരളത്തിൽ 1 ലക്ഷത്തി, ഞാൻ പറയാം, കേരളത്തിൽ വീണ്ടും പറയാം, 1,60,000 വീടുകൾ കൊടുത്തല്ലോ മുഖ്യമന്ത്രി. ആ കൊടുത്തത് വീട്ടിനകത്ത് നിങ്ങൾ ഈ ഫോട്ടോ കാണിച്ചു തന്നാൽ ഞാൻ പറയാം, എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാം. ഒരു സ്ഥലത്തുമില്ല. അതാണ് വസ്തുത. അതിനുവേണ്ടി ഒരു ആദർശമൊക്കെ ചമച്ച് പതുക്കെ ഊരിയതാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ പതുക്കെ ഊരിയതാണ്, അത്രയേ ഉള്ളൂ. ഇത് കൈരളിക്ക് എന്ത് ചോദിക്കണ്ട. ആ നിലപാട് ആരെടുത്തത്? ആരാണ് അങ്ങനെ എംബ്ലം വെക്കുന്ന നിലപാടെടുത്തത്? നിങ്ങളാണോ? ഞാനെടുത്തിട്ടില്ല. എൻ്റെ പറഞ്ഞ പ്രസ്താവന നിങ്ങൾ നേരത്തെ വന്നില്ല. എൻ്റെ പ്രസ്താവന റിപ്പീറ്റ് ചെയ്തിട്ടോ നിങ്ങൾ? ഒന്ന് റിപ്പീറ്റ് ചെയ്യ് പ്ലീസ്. ഇവിടെ നേരത്തെ റിപ്പീറ്റ് ചെയ്തു കറക്റ്റായിട്ട്. നിങ്ങളൊന്ന് പറഞ്ഞേ. അങ്ങനല്ലേ? വളരെ കറക്റ്റാണ്. എംബ്ലം വെക്കുന്നത് തെറ്റില്ല എന്നുള്ളത് നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നതാക്കി. മിസ്റ്റർ, ആ എംബ്ലത്തിനകത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടോ? നിങ്ങൾ കാണിച്ചതേ. നിങ്ങൾ ഇതങ്ങ് നമുക്ക് നോക്കിയിട്ട് പോകാമല്ലോ. ഏതായാലും ബാക്കിയുള്ളവർ പോയാലും നമുക്ക് സംസാരിക്കാമല്ലോ. നിങ്ങളിത് ഈ എംബ്ലത്തിന് പുറത്ത്, ഇത് ഞാനതിൻ്റെ മിനിസ്റ്ററാണ്. ഈ എംബ്ലത്തിന് പുറത്ത് ഇതിങ്ങനെ നോക്കിയാൽ ആരെയും കാണുന്നുണ്ടോ? ഏതെങ്കിലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് തുടരുന്നല്ല. 1,60,000 നിങ്ങൾ കൈരളിയുടെ സർക്കാർ കൊടുത്തു കഴിഞ്ഞാവണ. ഉണ്ട്, ഉറപ്പുണ്ട്. ആർക്ക് നിങ്ങൾക്ക് അറിയാം? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാർക്ക് അറിയാമല്ലോ. സർക്കാർ കഴിഞ്ഞ 10 കൊല്ലത്തെ സർക്കാർ സ്പോൺസർമാരാണ് കൈരളി. നിങ്ങൾ സർക്കാരിൻ്റെ ചെലവിൽ ജീവിക്കുന്ന ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു. നിങ്ങൾ പറഞ്ഞോളി, എന്താ പ്രശ്നം? ഇടതുപക്ഷ സർക്കാരിൻ്റെ CPMൻ്റെ ഔദ്യോഗിക ചാനലാണ് കൈരളി. ഞങ്ങൾ കാണുന്ന അങ്ങനെ തന്നെയാണ്. വേറെ ആര് ചോദിക്കുന്ന പോലെയല്ല ഞാൻ പറയണത്. ഞങ്ങൾക്കുണ്ടോ ചാനൽ? ഏതെയുണ്ടോ ചോദിക്കാം. കേട്ടോ, ഞങ്ങൾക്ക് ഏതെയുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇതിലേതെങ്കിലും ചാനൽ നമ്മളതുണ്ടോ? വടി ഇല്ലല്ല. അപ്പോൾ ഞങ്ങൾ ഇല്ലാത്ത കൈരളിയല്ല. പാർട്ടിയൊക്കെ നല്ലതാണ്, എല്ലാവർക്കും പറയും. എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ നുണ പറയരുത്. നുണ. ഞാൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്ന എംബ്ലം എന്ന് പറഞ്ഞിട്ടില്ല മിസ്റ്റർ. പറയാതെ നിങ്ങൾ തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് കൊടുക്കുക, കൈരളിക്ക് പിന്നെ കൊടുക്കുക. അതുകൊണ്ട് ഞാൻ വിടുന്നു. ആ വീഡിയോ ഒന്ന് കാണിച്ചു. ഒന്ന് അപ്ലൈ ചെയ്യും പ്ലീസ്. ഇപ്പം തന്നെ അപ്ലൈ ചെയ്യും. മോഡിയുടെ പടം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറും. യഥാർത്ഥത്തിൽ പണമില്ലാത്തതുകൊണ്ട് പിന്മാറി. അതാണ് വസ്തുത. ഒന്ന് വീഡിയോ ഒന്ന് പ്ലീസ്. അതെ അതിനകത്ത് പറയും. അതിന് പ്രധാനമന്ത്രി ഉണ്ടോ? ഞാനാ കണ്ട വീഡിയോ. അത് ഇദ്ദേഹം ചോദിച്ചു. റിപ്പോർട്ടറിൻ്റെ ചാനൽ ലേഖകനോട് ചോദിച്ചു ഇതേ ചോദ്യം. അതിനെ ഉത്തരം പറഞ്ഞു. പ്രധാനമന്ത്രി സുഹൃത്ത്, ഞങ്ങളോടല്ല പറയണത്, എനിക്ക് ഇല്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടില്ല. ആ വാക്ക് ഞാൻ പ്രയോഗിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അത്തരം ഒരു രാഷ്ട്രീയ സമീപനം എനിക്കുണ്ട്. വ്യത്യസ്തമായിരിക്കാം. നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എനിക്ക് ആ രാഷ്ട്രീയ സമീപനമുണ്ട്. അതുള്ളിടത്തോളം ഞാൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്ന പ്രശ്നമല്ല. ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുക. അങ്ങനെയാണ് EMS പദ്ധതിൻ്റെ പേര്. എൻ്റെ അഭിപ്രായം EMS ഭവന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ അതിൻ്റെ EMSൻ്റെ പേരിൽ EMS ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ നാട്ടിൽ അർഹതപ്പെട്ട ഒരാൾ വീട് വാങ്ങുമ്പോൾ അയാൾ ജീവിതകാലം മുഴുവൻ EMSൻ്റെ പേരും വെച്ച് ആ വീട്ടിൽ കിടന്നുറങ്ങണം എന്ന് പറയുന്നത് മോശമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ.